supremum of a plus s is equal to a plus supremum of s. S is a set, a is a number. So ഇത് പ്രൂവ് ചെയ്യാനാണ് എന്താ വേണ്ടത്? Actually this is a number. Okay, supremum of s is a number. Similarly also a is also number. And number add ചെയ്താൽ ഇത് ഒരു number. അത് റിയൽ നമ്പർ ആണ്. ഈ റിയൽ നമ്പർ ആണ് supremum പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതൊരു സെറ്റ് ആണ്. പക്ഷെ supremum of set എന്ന് പറയുമ്പോൾ അത് നമ്പർ ആയി. supremum എടുക്കുമ്പോൾ അത് നമ്പർ ആയി. ഇത് നമ്പർ ആണ്, ഇത് നമ്പർ ആണ്. എന്തായാലും ഈ നമ്പർ ഈ സെറ്റിന്റെ supremum ആണെന്ന് പറയുന്നത്. ഈ സെറ്റിന്റെ a plus s അല്ലേ? ഈ സെറ്റ് a plus s എന്ന ഈ സെറ്റിന്റെ സുപ്രീം ആണ് ഈ നമ്പർ എന്ന് പറയുന്നത്. അതിനെന്തൊക്കെ വേണ്ടത്? സുപ്രീം ആണെന്ന് കിട്ടാൻ എന്താ വേണ്ടത്? ഇയാൾ അപ്പർ ബൗണ്ട് ആണെന്നും കിട്ടണം, ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണെന്നും കിട്ടണം. ദിസ് ഈസ് an upper bound, also it is the least upper bound. രണ്ട് കാര്യങ്ങൾ കിട്ടണം. ഇതൊരു അപ്പർ ബൗണ്ട് ആണ്, ഇതാണ് ലീസ്റ്റ് എന്നും കിട്ടണം. അതിന് നമ്മൾ എന്താ എങ്ങനെ ചെയ്യാൻ തുടങ്ങാം? സ്റ്റാർട്ട് വിത്ത് an arbitrary element in s. Start with an arbitrary element x in s. Clearly s is less than or equal to supremum of s. എപ്പോഴും അതിന്റെ സുപ്രീമത്തേക്കാൾ കുറവായിരിക്കും. ഏതൊരു മെമ്പർ എടുത്താലും അയാള് ആ ക്ലാസ്സിലെ സുപ്രീമത്തേക്കാൾ കുറവായിരിക്കും. രണ്ട് ഭാഗത്ത് ഞാൻ a ആഡ് ചെയ്താൽ മൈനസോ പ്ലസോ എന്തോ ആയിക്കോട്ടെ, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും a ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ വരിക. ഈ ചിഹ്നത്തിന് മാത്രമൊന്നും വരില്ല. ഇന്നലെ നമ്മൾ പ്രൊഡക്റ്റ് പറഞ്ഞിരുന്നു, അപ്പൊ ചിഹ്നം മാറും, a നെഗറ്റീവ് ആവുമ്പോൾ. പക്ഷെ ഇവിടെ പ്ലസ് ആണ്, അതുകൊണ്ട് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒരു മാറ്റമില്ല. a plus x less than or equal to a plus sub s. And ഈ a plus x എവിടുത്തെ എലമെന്റാ? a plus x എവിടുത്തെ എലമെന്റാ? a plus s എന്ന സെറ്റിലെ. ഇപ്പൊ എന്താ കിട്ടിയത്? x ആർബിട്രറി എലമെന്റ് ഇൻ s ആയതുകൊണ്ട് a plus x a plus s ലെ ആർബിട്രറി എലമെന്റാ. a plus s ലെ ആർബിട്രറി എലമെന്റ് തന്നെ ആരെക്കാൾ കുറവാണ്? എല്ലാ ആർബിട്രറി എലമെന്റിനേക്കാൾ കുറവെന്ന് എല്ലാവരും ഈ സെറ്റിലുള്ള എല്ലാവരെക്കാളും മുകളിലാണ് ഈ നമ്പർ എന്ന് പറയുന്നത്. Therefore this number is an upper bound of this set. Therefore a plus sub s എന്ന ഈ നമ്പർ is an upper bound of നമ്മുടെ സെറ്റ് a plus s. അപ്പോൾ ഒരു പാർട്ടായി കഷ്ണമായി നമ്മൾ പകുതി തെളിയിച്ചു, പകുതിയല്ല തെളിയിച്ചു, അത് അപ്പർ ബൗണ്ട് ആണ് തെളിയിച്ചു. ഇനി നമ്മൾ വേണ്ട ദ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ്. ദ ലീസ്റ്റ് ആണ് കിട്ടണം. ദ ലീസ്റ്റ് കിട്ടണമെങ്കിൽ ഇതിനെ താഴെയുള്ളവരൊന്നും എന്തല്ല അപ്പർ ബൗണ്ടേ അല്ലാതെ കാണിച്ചാൽ മതി. ഇയാളാണ് ഏറ്റവും ചെറുതെന്ന് കാണിക്കാൻ ഇയാളുടെ താഴെയുള്ളവരൊന്നും അപ്പർ ബൗണ്ടേ അല്ല, യോഗ്യതയില്ല. ഇയാളെ താഴെയുള്ളവർക്കൊന്നും അപ്പർ ബൗണ്ട് ആവുക എന്ന യോഗ്യത ഇല്ല. ഇയാളാണ് ഏറ്റവും ചെറിയ യോഗ്യത ഉള്ള ആളെന്ന്. അപ്പൊ നമ്മൾ ടിയോ യുവോ ലെറ്റ് ടി ലെസ് ദാൻ എ പ്ലസ് സൂപ്പർ. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ പറയും എന്താ ചെയ്യേണ്ടത്? ഏനെ ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടി. കാരണം നമുക്ക് ആരെ പറ്റിയ കൂടുതൽ അറിയാം, എസിനെ പറ്റി നമുക്കറിയാം. എസിന്റെ സുപ്രീമാണ് സൂപ്പർ നമുക്കറിയാം. അപ്പൊ അതാണ് ഉപയോഗിക്കണമെങ്കിൽ ഏനെ ഇങ്ങോട്ട് എടുക്കണം. ടി മൈനസ് എ ലെസ് ദാൻ സൂപ്പർ. ഇങ്ങനെ പറഞ്ഞാൽ എന്താ സുപ്രീമം എസ് എന്ന് പറഞ്ഞാല് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് എസ്. എസിന്റെ അപ്പർ ബൗണ്ടുകളിൽ വെച്ച് ഏറ്റവും ചെറുതാണ് ഇയാൾ തന്നെ, അതിലും ചെറുതാണ് ടി മൈനസ് എ. അതുകൊണ്ട് ടി മൈനസ് എ എന്താവൂല? That is then t minus a cannot be, t minus a is not and പറയണോ ലീസ്റ്റ് അപ്പർ ബൗണ്ടിനേക്കാൾ താഴെയാണ്. അതുകൊണ്ട് പിന്നെ അപ്പർ ബൗണ്ട് ആവില്ല. യാതാണ് ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ട്, അതിലും ചെറിയ ഒരാൾക്ക് പറഞ്ഞാൽ അപ്പർ ബൗണ്ട് ആവില്ല. ടി മൈനസ് എ ഈസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എസ്. എന്താ ടി മൈനസ് എ അപ്പർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞ അർത്ഥം? ടി മൈനസ് എ അപ്പർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ടി മൈനസിനേക്കാൾ വലിയ ഒരാൾ എസിലുണ്ട്. Therefore there exists ഒരു y എടുക്കാം നമുക്ക്. There is a y belongs to s such that y ആരെക്കാൾ മുകളിലാണ്? t minus a നേക്കാൾ മുകളിൽ. ഇനി ഞാൻ a ഇങ്ങോട്ട് ആഡ് ചെയ്യുമ്പോൾ which implies a plus y greater than t and a plus y എവിടെയുള്ള എലമെന്റാ? y s ലായതുകൊണ്ട് a plus y a plus s ലുണ്ട് അല്ലേ? ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? a plus s ലെ ഒരാൾ t നേക്കാൾ മുകളിൽ കിട്ടി. അപ്പോ a plus s ൽ t നേക്കാൾ വലിയ ആളുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ടിക്ക് പിന്നെ 4 ആവാനുള്ള യോഗ്യത ഇല്ല, അപ്പർ ബൗണ്ട് ആവാനുള്ള യോഗ്യത ഇല്ല. ടി നേക്കാൾ വലിയവൻ a plus s ലുണ്ട്, ടി നേക്കാൾ വലിയവൻ a plus s ലുണ്ട്. അതുകൊണ്ട് a plus s എന്ന സെറ്റിലെ വലിയ ആളാവാൻ ആർക്ക് യോഗ്യത ഇല്ല? ടിക്ക് യോഗ്യത ഇല്ല. Therefore t is not an upper bound of a plus s. അപ്പൊ നമുക്ക് കിട്ടിയത് a plus super ഒരു അപ്പർ ബൗണ്ട് ആണ്, എന്നാൽ അയാളെക്കാൾ താഴെയുള്ള ആരും അപ്പർ ബൗണ്ട് അല്ല. Therefore a plus super is the
least upper bound of a plus s, that is a plus sub s is equal to LUP of a plus s എന്ന് പറഞ്ഞാൽ supremum of a plus s. തിരിച്ചെഴുതിയാൽ supremum of a plus s equal to a plus s. Okay.